ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഡേ 2 ആണ് പാലക്കാട്. അപ്പം ഞങ്ങൾ ഇന്ന് അതിരാവിലെ തന്നെ ഇറങ്ങി വീട്ടിൽ നിന്ന് തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രം, അതാണ് ഞങ്ങളിന്ന് വിസിറ്റ് ചെയ്യുന്ന അമ്പലം. ഇത് പഴയൊരു പുരാതനപരമായിട്ടുള്ള അമ്പലങ്ങളാണ് കേട്ടോ. ഭൂതഗണങ്ങളാണ് അവിടുത്തെ മതിലൊക്കെ നിർമ്മിച്ചേക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഐതിഹ്യത്തെ പറ്റിയൊന്നും കൂടുതൽ പറയാൻ എനിക്കറിയില്ല, പക്ഷേ എന്തായാലും ഞങ്ങൾക്കിഷ്ടമായി. ഞങ്ങൾ അവിടുത്തെ പറ്റി കൂടുതൽ തിരക്കിയപ്പോഴത്തേക്കും അവിടെ ഉള്ളിലൊക്കെ ഞങ്ങളെ ഒരു ചേട്ടൻ വിളിച്ച് കാണിച്ചു തന്നു കേട്ടോ. നവരാത്രി മണ്ഡപവും അവിടുത്തെ അമ്പലക്കുളവും ഒക്കെ എല്ലാം വളരെ രസമായിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. ഇങ്ങനെയുള്ള പഴയ അമ്പലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ. എൻ്റെ ചേച്ചി ലക്ഷ്മി ചേച്ചിയാണ് എനിക്കിതൊക്കെ സജസ്റ്റ് ചെയ്ത് തന്നത്, ഞങ്ങൾക്ക് അവിടെ പോകാമെന്ന്. പഴയ ഒരു തറവാട് വീട് കാണുന്നത് പോലെ അതാണ് ഞങ്ങൾക്ക് ആ നവരാത്രി മണ്ഡപത്തിനുള്ളിലോട്ട് കയറിയപ്പോഴത്തേക്കും ഫീൽ ചെയ്തത്. ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാനൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല കേട്ടോ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അവർ ഇൻവൈറ്റ് ചെയ്തു. ഞങ്ങൾ ഫുഡ് കഴിപ്പിച്ചു. ഞങ്ങൾക്ക് ഇഡ്ഡലിയും സാമ്പാറും വടയും ചമ്മന്തിയും ഒക്കെ തന്നു. അതൊക്കെ വളരെ രുചിയുമായിരുന്നു. ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയത്. അതൊക്കെ എന്തോ ഒരു ഭാഗ്യം പോലെ. എന്നിട്ട് അവിടെ തന്നെ ചുറ്റും നടന്ന് കാണാൻ വേണ്ടി ഒത്തിരി ഉണ്ട്. പഴയ കെട്ടിടമാണ്, പഴയ ഒരു അമ്പലം. അവിടെ തന്നെ ഒത്തിരി ഉണ്ട്. പുഴയിലോട്ടുള്ള വഴിയാണ് കേട്ടോ നമ്മൾ ഈ നടക്കുന്നത്. അത് ചെന്ന് കഴിഞ്ഞാൽ പുഴയിലേക്കാണ് ഇറങ്ങുന്നത്. പക്ഷേ അവിടത്തൊന്നും നമുക്ക് പ്രവേശനമില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. എന്നിട്ട് നമുക്കവിടെ പയ്യെ ഇറങ്ങാമെന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. അപ്പോഴാണ് നമ്മൾ വരുന്ന വഴിയിൽ ഇവിടുത്തെ പഴയ അമ്പലത്തെയും കണ്ടായിരുന്നു കേട്ടോ. ഇത് പഴയ ഈ രണ്ടുമൂർത്തി ക്ഷേത്രത്തിൻ്റെ പഴയ അമ്പലമാണിത്. ഇവിടെ പൂജയൊന്നുമില്ല പ്രത്യേകിച്ച്. ഇവിടെയും പുഴയിലോട്ടൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ, ഇറങ്ങാനുള്ള വഴിയുണ്ട്. നമ്മളവിടേക്ക് ഇറങ്ങി ജസ്റ്റ് നോക്കി ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ രാമശ്ശേരി ആണ് വന്നത്. രാമശ്ശേരി ശ്രീ സരസ്വതി ഇഡ്ഡലി ഷോപ്പാണ് കേട്ടോ ഇത്. ഇവിടുന്ന് ഇഡ്ഡലി കഴിക്കാനാണ്. രാമശ്ശേരി ഇഡ്ഡലി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ വരുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇവിടെ ക്യൂ നിന്ന് ഒത്തിരി സമയം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടിയത്. ചെറിയ കടയാണ്, ഒത്തിരി വലിയ കടയോ ഒത്തിരി ആഡംബരമുള്ള കടയൊന്നും അല്ല, ചെറിയ കടയാണ്. അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇത്, ശ്രീ സരസ്വതി ഇഡ്ഡലി ഷോപ്പ്, രാമശ്ശേരി ഇഡ്ഡലി ഷോപ്പ്. ഇവിടെ തന്നെ ഒത്തിരി ലെജൻസ് ആയിട്ടുള്ള ആൾക്കാർ, മോഹൻലാൽ, പിന്നെ ലക്ഷ്മി നായർ, അതുപോലെ തന്നെ ആശിഷ് വിദ്യാർത്ഥി, ഇവരെല്ലാം വിസിറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേയും ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഈ ഷോപ്പിലോട്ടല്ല വന്നത്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങി പോകും വഴി നമ്മൾ പാലക്കാട് സ്പെഷ്യലായിട്ടുള്ള പൊക്കുവട എന്ന് തോന്നുന്നു പറയുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പൊക്കുവട വാങ്ങി അതും കഴിക്കുവാണ് കേട്ടോ. പൊക്കുവട കഴിക്കുവാണ്. അത് നമുക്ക് ഒത്തിരി ഇഷ്ടമായി. എന്നാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൊളിച്ചു. നമുക്ക് എല്ലാവർക്കും ഒത്തിരി തന്നെ വയറ് നിറയെ കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. 2 സ്ഥലത്ത് നിന്ന്, അമ്പലത്തിൽ നിന്നും കഴിക്കാൻ പറ്റി, രാമശ്ശേരി ഇഡ്ഡലിയും കഴിക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് പോകാനായിട്ട് പാക്ക് ചെയ്യാനുള്ള ധൃതിയിലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പുളിച്ചിക്ക, നാരങ്ങ, ചക്ക, മാങ്ങ ഇതെല്ലാം പറിച്ചുകൊണ്ടിരിക്കുവാണ്. എൻ്റെ ഹസ്ബൻഡാണ് പ്ലാവിൽ കയറി ചക്ക ഇടുന്നുണ്ട്, ചേട്ടൻ മാങ്ങ പറിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പാക്ക് ചെയ്തു. അവിടെ 2 കിളികളെ കണ്ടു. നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അത് കണ്ടപ്പോഴത്തേക്കും നമുക്കൊരു കൗതുകം തോന്നി. ഞാൻ എടുത്ത വീഡിയോ ആണ് ഇത് കേട്ടോ. കുഞ്ഞു കിളി, നമുക്കിവിടെ എങ്ങും കാണാൻ പറ്റാത്തൊരു കിളിയാണ്, ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നെല്ലാം പാക്ക് ചെയ്തു. ഞങ്ങൾ ഇറങ്ങി പോകും വഴി മലകളും മഞ്ഞും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു ഫീലാണല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പാലക്കാട് യാത്ര. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.